ആശങ്ക വിതച്ച നിപ വൈറസ്. നിപ വൈറസ് ഭീതി പരത്തുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവലോകന യോഗം ചേരുകയാണ്. അതിനിടെ പനി ബാധിച്ച് കോഴിക്കോട് ജില്ലയിൽ ഒരാൾ കൂടി മരിച്ചു. നിപ വൈറസ് ബാധിച്ച രോഗിയെ പരിചരിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ലിനയാണ് മരിച്ചത്. ഇവർക്ക് നിപ വൈറസ് ബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. നിപ വൈറസ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 9 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 3 പേരിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വൈറസ് ബാധയെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗിയോട് പണം അടച്ചില്ലെങ്കിൽ ആശുപത്രി വിടാനുള്ള അധികൃതരുടെ നിർദ്ദേശം പ്രതിഷേധത്തിന് ഇടയാക്കി. രോഗിയെ മടക്കി അയക്കരുത് എന്ന് ആശുപത്രി അധികൃതരോട് ആരോഗ്യമന്ത്രി കെ ശൈലജ നിർദ്ദേശിച്ചു. വൈറസ് ബാധ സ്ഥിരീകരിച്ച പേരാമ്പ്രയിൽ കേന്ദ്ര വിദഗ്ധ സംഘം ഇന്ന് സന്ദർശനം നടത്തും. പനിമരണങ്ങൾ അവലോകനം ചെയ്യാൻ മലപ്പുറത്തും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 10. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, അവലോകന യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? അഭിലാഷ്, അല്പസമയം മുമ്പാണ് അവലോകന യോഗം തുടങ്ങിയത്. ആരോഗ്യമന്ത്രി കെ ശൈലജ, മന്ത്രി TP രാമകൃഷ്ണൻ, ആരോഗ്യവകുപ്പ് സെക്രട്ടറി RL സരിത, ഒപ്പം തന്നെ കോഴിക്കോട് DMO ഉൾപ്പെടെയുള്ള ഉന്നത ആരോഗ്യ മേഖലയിലെ ഉന്നതരായ എല്ലാവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ഡോക്ടർമാരും, ഈ രോഗികളെ ചികിത്സിക്കുന്നവരും അല്ലാത്തവരുമായ മറ്റ് ഡോക്ടർമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ രോഗം മറ്റ് വലിയ രീതിയിൽ പടരുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്, ഈ മറ്റ് ഇവരുടെ ചികിത്സ ഏത് രീതിയിൽ, ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുന്ന അല്ലെങ്കിൽ ICUവിൽ കഴിയുന്ന തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരുടെ ചികിത്സ ഏത് രീതിയിലായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ഈ യോഗം ചർച്ച ചെയ്യുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സംഘം ഇപ്പോൾ ഈ കോഴിക്കോട്ട് ഇതിനകം എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ യോഗത്തിൽ കേന്ദ്ര സംഘം പങ്കെടുക്കുന്നുണ്ട്. നാഷണൽ NCDCയുടെ ഡയറക്ടറായ ഡോക്ടർ സുജിത് സിംഗ്, ഒപ്പം തന്നെ NCDCയുടെ എപ്പിഡോളജി, അതായത് പകർച്ചവ്യാധി നിയന്ത്രണ വിഭാഗത്തിന്റെ തലവനായ SK ജെയിൻ, ഈ 2 പേരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേന്ദ്ര സംഘത്തിന്റെ ഭാഗമായി ഇവിടെ എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ മന്ത്രി കെ ശൈലജ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും 15 ദിവസമായി ഈ രോഗം ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഈ 15 ദിവസത്തിനകം എന്തൊക്കെ നടപടികളാണ് സംസ്ഥാന സർക്കാർ എടുത്തത്, അതിൽ കൃത്യമായ രീതിയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധനകളും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും പോരായ്മയുണ്ടോ, മറ്റ് ഏതൊക്കെ രീതിയിൽ ഇതിനെ നേരിടാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് കേന്ദ്ര സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഏതായാലും ഈ യോഗത്തിൽ ഈ കേന്ദ്ര സംഘം അല്പസമയത്തിനകം യോഗത്തിൽ വന്നു ചേരും. അതിനുശേഷം ഈ സംഘം നേരെ പേരാമ്പ്രയിലേക്ക് തിരിക്കും. അവിടെ ആദ്യം റിപ്പോർട്ട് ചെയ്ത ഈ 2 സഹോദരങ്ങൾ മരിച്ച, ഈ സാബിത്തും സ്വാലിഹും മരിച്ച ഈ കുടുംബം, അവരുടെ പിതാവ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. ഈ സ്ഥലത്ത് ഒപ്പം തന്നെ പരിസര പ്രദേശങ്ങളിലുള്ളവരെല്ലാം ആശങ്കയിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേരാമ്പ്രയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്ത ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഈ സംഘം എത്തി അവിടെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ഏത് സാഹചര്യത്തിലാണ് ഈ രോഗം ഇവിടെ എത്താനുണ്ടായ സാഹചര്യം, മറ്റ് പടരുന്നത് തടയാൻ എന്തൊക്കെ നടപടികൾ എടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കേന്ദ്ര സംഘവും അവലോകനം ചെയ്യും. ഏതായാലും ഇന്ന് ഒരു രോഗി കൂടി ഇപ്പോൾ മരിക്കുകയുണ്ടായി. ഇവരെ ചികിത്സിച്ച, ഈ സാബിത്തിനെയും സാലിഹിനെയും ചികിത്സിച്ച ലിനിയാണ് ഇന്ന് മരിച്ചത്. സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടിയാണ് ഇവർ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇവർ ഈ നിപ വൈറസ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല. 3 പേര് മാത്രമാണ് നിപ വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടിയും മരിച്ച 3 പേരുടെ സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി തന്നെയുള്ളവരാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ മരണം ഇത് കാരണമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല. അതായത് കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. 9 പേരാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. ഇവർ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇന്ന് മരിച്ച നഴ്സ് ലിനിയുടെ മൃതദേഹം സംസ്കരണം വളരെ പെട്ടെന്ന് തന്നെ നടത്തുകയായിരുന്നു. ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാതെ ആശുപത്രി അധികൃതർ തന്നെ സംസ്കരിക്കുന്ന ഒരു നടപടിയിലേക്ക് നീങ്ങി. കാരണം ഈ രോഗം ബാധിച്ചവരിൽ നിന്നും മരിച്ചവരിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം മറ്റുള്ളവരിലേക്ക് പടരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതിനാൽ ഈ മരിച്ച ലിനിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത് മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കാതെ വളരെ പെട്ടെന്ന് സംസ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി. ഈ മരിച്ച ഇനി ഭാവിയിൽ തുടർ സംഭവങ്ങൾ, അത്തരം മരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ രീതിയിൽ പെട്ടെന്ന് സംസ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ രോഗം പടർന്നിട്ടുള്ളവരെല്ലാം തന്നെ രോഗം ബാധിച്ച ആളുകളുമായി അടുത്ത് ഇടപഴകിയവരിൽ നിന്നാണ്. അത് ജീവനുള്ള സമയത്തും മരണശേഷവും ഇത്തരത്തിലുള്ള ഈ രോഗം പടരാനുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തടയുക, അടിയന്തരമായി അത് തടയുക എന്നുള്ള
ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് ആരോഗ്യവകുപ്പ് ഇപ്പോൾ പോയിട്ടുള്ളത് എന്നുള്ളതിനാണ്. ഏതായാലും വളരെ കൃത്യമായ ഒരു ഇടപെടലിലേക്ക് ആരോഗ്യവകുപ്പ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. തീർച്ചയായും ഷഹീദ്, അങ്ങനെ വളരെ കൃത്യമായ ഇടപെടലിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നു എന്ന് പറയുമ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിലുണ്ട്. 3 പേരിൽ ഇത് വീണ്ടും സ്ഥിരീകരിച്ച പശ്ചാത്തലവും ഒക്കെയുണ്ട്. കൃത്യമായ മരുന്ന് സംവിധാനങ്ങൾ, ഈ വൈറസ് ബാധിച്ചാൽ ചികിത്സിക്കാൻ തക്ക സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ ആശുപത്രികളിൽ ഉണ്ടോ? അഭിലാഷ്, അതാണ് ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. അതായത് ഈ രോഗത്തിന് ഇതുവരെ ഒരു മരുന്ന് ചികിത്സ ഇതുവരെ കൃത്യമായി ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ ഈ രോഗം തടയാനുള്ള പ്രതിരോധ മരുന്നുകളും ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. കേരളത്തിൽ ഈ സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ മലേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തു, ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തു. ഒപ്പം തന്നെ ഇന്ത്യയിൽ 2010 പശ്ചിമ ബംഗാളിൽ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സാഹചര്യം നമ്മൾ നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള അടിസ്ഥാനത്തിൽ തന്നെ നിപ വൈറസിന് കൃത്യമായ ഒരു ചികിത്സ ലഭ്യമാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് ഏറ്റവും ചെയ്യാനുള്ള കാര്യം ഈ രോഗം മറ്റുള്ളവരിലേക്ക് പടരുന്നത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള കൃത്യമായ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. രോഗികളുമായി അടുത്ത് ഇടപഴകുന്ന ആൾ കൃത്യമായും തന്നെ മാസ്കും കയ്യുറയും ധരിക്കണം. ഒപ്പം തന്നെ അതിനുശേഷം കൃത്യമായി രോഗാണു വിമുക്തമാക്കാനുള്ള നടപടികളിലേക്ക് ഇവർ നീങ്ങണം. ഒപ്പം തന്നെ ഈ പക്ഷി മൃഗാദികളിൽ നിന്നാണ് ഈ രോഗം പടരുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പക്ഷികൾ മറ്റും കഴിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ളത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പേരാമ്പ്ര മേഖലയിൽ ഈ കള്ള് ചെത്തുന്നതിനുള്ള നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ തുറസായ സ്ഥലങ്ങളിൽ നിന്നും കള്ള് ശേഖരിക്കുന്നത് വഴി ഈ രോഗാണുക്കൾ പടരാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവയിലേക്ക് പക്ഷികളിൽ നിന്നുമെല്ലാം അതിലേക്ക് പടരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കള്ള് ചെത്ത് ഇപ്പോൾ വിലക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പേരാമ്പ്രയിൽ വളരെ കൃത്യമായ ഒരു മുൻകരുതൽ എടുക്കണം എന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട്. പേരാമ്പ്രയിലേക്ക് പുറത്തുനിന്നും ആളുകൾ എത്തുന്നത് തടയുന്നതിന് വേണ്ടി ഈ ടൂറിസം, നമുക്ക് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ മേഖല വലിയൊരു ടൂറിസം കേന്ദ്രം കൂടിയാണ്. ജാനകിക്കാട് ഉൾപ്പെടെയുള്ള ടൂറിസം പദ്ധതികളുണ്ട്. അവിടേക്ക് ആളുകളെ വരരുതെന്ന ഒരു നിർദ്ദേശം കൂടി അത്തരം ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചിടുന്ന ഒരു നടപടിയിലേക്ക് കൂടി ജില്ലാ ഭരണകൂടം പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ജില്ലയിൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സി കെ നാണു, മലയാളികൾ ആദ്യമായാണ് ഇങ്ങനെ ഒരു രോഗത്തെക്കുറിച്ച് അറിയുന്നത്. ആ പ്രതിസന്ധി ഭരണകൂടത്തിനും ഉണ്ടോ? ഭരണകൂടം ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ വളരെ ഫലപ്രദമായ രൂപത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ സംസ്ഥാന ആരോഗ്യമന്ത്രി കോഴിക്കോടേക്ക് വരുന്നതായ വാർത്തയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ഇതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും, ഫലപ്രദമായ രൂപത്തിലുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിക്കുകയാണ്. കാരണം നമ്മുടെ നാട് മാത്രമല്ല, ഇത്തരം ഉണ്ടായത് ലോകത്തിലെ വലിയ സമ്പന്നമായ രാജ്യങ്ങളിൽ പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്ക് ഇതുവരെ കേട്ടുകേൾവില്ലാത്ത ഒരു വൈറസിന്റെ ഭീഷണിയിലാണ് നമ്മൾ. അപ്പൊ അത് ഒന്ന് പത്രങ്ങളിലൂടെയും അതുപോലെ ചാനലുകളിലൂടെയൊക്കെ വരുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുക. ജനങ്ങൾ സ്വീകരിച്ച് ഒരു കാരണവശാലും നമ്മുടെ പ്രദേശത്ത് അത് വരാതിരിക്കാനുള്ള ഒരു നിലപാടുകൾ, അതിനുള്ള എന്തൊക്കെ ചെയ്യണം അത് ചെയ്യാൻ നമ്മളെല്ലാവരും സന്നദ്ധമാകണം. ആ രൂപത്തിൽ നമുക്കിതിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. യഥാർത്ഥത്തിൽ ജനങ്ങളിൽ ഭയപ്പാടാണ്. നമ്മുടെ പത്രങ്ങളൊക്കെ അത് ചാനലുകളും ഒക്കെ അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ സഹായകരമാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരു സ്വാഭാവികമായി ഈ മരണവും അതൊക്കെ ഭയപ്പാടുണ്ടാക്കുന്നതാണ്. പക്ഷെ അതിനെയൊക്കെ നേരിട്ട് നമ്മുടെ ചികിത്സയിലൂടെ അത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിനെല്ലാവരും സഹകരിക്കുക. അത് ആ സഹകരണം ജനങ്ങളിൽ നിന്ന് ഉണ്ടാവുമെന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. ശ്രീ സി കെ നാണു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? പ്രത്യേകിച്ച് ഈ അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെ ലഭ്യമല്ല എന്ന് അറിയുന്നു. എനിക്ക് തോന്നുന്നത് മരുന്നുകളുടെ ഒരു അഭാവം ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഏത് പ്രൈമറി ഹെൽത്ത് സെന്ററിലടക്കം ആവശ്യത്തിനുള്ള മരുന്നുകളുണ്ട്. ഈ ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ കുറവുണ്ടെങ്കിൽ അത് വളരെ വേഗം ഗവൺമെന്റ് പരിഹരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പ്രതിസന്ധികളൊന്നും ഉണ്ടാവില്ല. ഗവൺമെന്റ് ഇത്തരം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ വാങ്ങിക്കേണ്ട മരുന്നുകളോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്നാണ് എന്റെ അഭിപ്രായം. ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ വലിയ ആശങ്കയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ താങ്കൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അസുഖത്തിന്റെ ഗൗരവമൊക്കെ പൊതുസമൂഹം അറിയുമ്പോഴും ഈ പ്രത്യേക മേഖലയിലുള്ളവരുടെ ആശങ്ക എങ്ങനെയാണ് പരിഹരിക്കപ്പെടുന്നത്?
അല്ല, ഞാൻ പറയണത് അതൊക്കെ നമ്മൾ പ്രാദേശിക തലത്തിൽ നമുക്ക് പഞ്ചായത്തുകളും എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു സ്റ്റേറ്റാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം സംവിധാനങ്ങൾ ഇത്തരം ഭീഷണി ഭയപ്പാടുണ്ടാകുന്ന അവസരത്തിൽ അതിനെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ, അതുപോലെ പകരാൻ ഏതെങ്കിലും പ്രദേശത്ത് പകരുന്നുണ്ടെങ്കിൽ ആ പകരുന്നത് തടയാനും മറ്റു ഭാഗത്തേക്ക് വ്യാപിപ്പിക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവും. ഞാൻ പറയേണ്ടതില്ല, നമ്മുടെ ജനങ്ങൾ എല്ലാ തരത്തിലും ഇതിനോട് സഹകരിക്കാൻ ജനങ്ങൾ സന്നദ്ധരാകും. ഒപ്പം ശ്രീ സി കെ നാണു, നേരത്തെ ചില രോഗികളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സാ ചെലവ് ഉടൻ തന്നെ അടയ്ക്കണം. 1.5 ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ ഉടൻ അടയ്ക്കണം, ഇല്ലായെങ്കിൽ ചികിത്സ തുടരാൻ സാധിക്കില്ല എന്ന തരത്തിലൊക്കെ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടക്കം പ്രതികരണങ്ങൾ ഉണ്ടായി എന്നും അറിയുന്നുണ്ട്. അതിലും സജീവമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ടോ? ഉണ്ടാവും. അതിലൊന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സജീവമായ ഇടപെടലുകൾ ഉണ്ടാവും. ഈ രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെയും അവർക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല. ഹലോ, വളരെയധികം നന്ദി ശ്രീ സി കെ നാണ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ പ്രദീപ് ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ പ്രദീപ്, ഇതിന്റെ നിജസ്ഥിതി എന്താണ്? അതായത് ഈ രോഗം ബാധിച്ച ഒരാൾ അല്ലെങ്കിൽ ഇത് ഗുരുതരാവസ്ഥയിൽ എത്തുന്ന ഒരാൾക്ക് നൽകുന്നതിനുള്ള മരുന്നുകൾ കേരളത്തിലെ ആശുപത്രിയിൽ ഉണ്ടോ? ഇത്തരം വൈറസുകൾക്ക് മിക്കവാറും പ്രധാനപ്പെട്ട എല്ലാ വൈറസുകൾക്കും എതിരെയുള്ള പ്രത്യേകമായ ചികിത്സകൾ വളരെ കുറച്ച് വൈറസുകൾ മാത്രമേ ഇതുവരെ ലോകത്ത് തന്നെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ. പല വൈറസ് പനികൾക്കും അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസുകൾക്കും നമ്മൾ സപ്പോർട്ടീവ് കെയർ എന്നാണ് ഏറ്റവും പ്രധാനം. ഒരു രോഗിയെ ബാധിച്ചാൽ, പനി വന്ന രോഗിയെ ബാധിച്ചാൽ അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യുകയും രോഗനിർണയം പൂർത്തിയായി കഴിഞ്ഞാൽ, ഇന്ന് ഇത്തരം വൈറസുകളാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രാഥമികമായ ചികിത്സകൾക്ക് പുറമെ സങ്കീർണമാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് മസ്തിഷ്ക ജ്വരം ബാധിക്കുക, അതായത് എൻസെഫലൈറ്റിസ്, ഹാർട്ടിന്റെ ഇടിപ്പിനെ ബാധിക്കുകയാണെങ്കിൽ മയോകാർഡൈറ്റിസ്. ഈ 2 ഘട്ടങ്ങളിലാണ് ഏറ്റവും പ്രധാനമായിട്ട്. മൂന്നാമതായിട്ട് വരുന്നത് ശ്വാസകോശ സംബന്ധമായ അർബുദത്തിൽ നീർക്കെട്ട് വരുന്ന ARDS എന്ന ഒരവസ്ഥ. ഈ 3 അവസ്ഥകൾ മാത്രമേ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നുള്ളൂ. അതല്ലാതെ സാധാരണ രോഗികൾക്ക് സാധാരണ വൈറൽ പനിയോ ഉണ്ടാകുന്ന പനിയും തലവേദനയും ശരീരവേദനയുമാണ് ഉണ്ടാകുന്നത്. അത്തരം രോഗികൾക്ക് സാധാരണ രീതിയിലുള്ള വേണ്ടത്ര വെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ പാരസെറ്റമോൾ തുടങ്ങിയ പ്രാഥമികമായിട്ട് ചികിത്സകൾ മാത്രമേ. സങ്കീർണമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ചികിത്സകൾ വേണ്ടത്. വൈറസുകൾക്കുള്ള ആന്റിവൈറൽ മരുന്നുകൾ നിശ്ചിതമായ ചില പ്രത്യേക വൈറസുകൾക്ക് മാത്രമേ ലോകത്ത് തന്നെ ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ അതേസമയം നിപ്പ വൈറസ് പോലെ ഒരു കേസിൽ 1-2 കേസുകളിൽ ഇപ്പോൾ അത് വ്യക്തത വരുത്തിയിരിക്കുന്നു. അത്തരം കേസുകളിലേക്ക് തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ഈ മരുന്നാണ് കൊടുത്താൽ അസുഖം മാറും എന്ന രീതിയിലേക്ക് ലോകത്ത് ഇപ്പോൾ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ രോഗിയെ സപ്പോർട്ടീവ് കെയർ, അതായത് വേണ്ടത്ര രീതിയിലുള്ള പരിചരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ അസുഖം വന്ന രോഗിയിൽ നിന്ന് മറ്റാളുകൾക്ക് പകരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എടുക്കുക എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർക്കും പൊതുസമൂഹത്തിൽ ചെയ്യാവുന്നത്. വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ തന്നെ ആരോഗ്യവകുപ്പ് ഇടപെട്ട് പ്രവർത്തിക്കുന്നു എന്നൊരു വളരെ സന്തോഷമുണ്ട്. ഏറ്റവും ഉചിതമായ രീതിയിൽ തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും എല്ലാം തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ പങ്കാളികളായിക്കൊണ്ട്. അതായത് ഡോക്ടർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സാഹചര്യത്തിൽ തന്നെ ചികിത്സ ലഭ്യമായില്ലെങ്കിൽ അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേക്കും. എല്ലാ രോഗികളിലും അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് പോകണമെന്നില്ല. ചില രോഗികളിൽ അത് സാധാരണ രീതിയിലുള്ള വൈറസ് പനിയുടെ രൂപത്തിൽ മാത്രം, അതായത് പനി, തലവേദന, ശരീരവേദന മാത്രമായി നിൽക്കാവുന്നതാണ്. അതിൽ ഒരു 3% രോഗികളിൽ മാത്രമേ ഗുരുതരാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. അത്തരം രോഗികൾക്ക് തുടർച്ചയായി പനി നീണ്ടുപോവുകയും പോകുമ്പോഴാണ് തുടർച്ചയായുള്ള അപസ്മാരങ്ങൾ വരുന്നു, അതുപോലെ തന്നെ ബോധം പോകുന്നു, ഹാർട്ടിന്റെ ഇടിപ്പ് വ്യത്യാസം വരുന്നു, ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. ആ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് ചികിത്സ ആവശ്യമായത്. ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ രോഗികൾക്കും തന്നെ, പനിയുള്ള രോഗികൾക്ക് എല്ലാവർക്കും തന്നെ ചികിത്സ ലഭ്യമാകുന്ന അവസ്ഥ കേരളത്തിൽ ഭാഗ്യവശാൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ആരോഗ്യ ചികിത്സാ സംവിധാനത്തിന്റെയും മേന്മ കൊണ്ട് നമുക്ക് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം നമുക്ക് എല്ലാ രോഗികൾക്കും, പനിയുള്ള രോഗികൾക്ക് ചികിത്സ എടുക്കാനുള്ള സംവിധാനം. തീർച്ചയായും ഡോക്ടർ സൂചിപ്പിക്കുന്നത് പോലെ അത്തരത്തിൽ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്ന സംവിധാനം ആരോഗ്യപരമായി കേരളം ഒരുപാട് മുന്നിലാണ്. ഒപ്പം സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കാലാവസ്ഥയിലുണ്ടായ മാറ്റം അനുസരിച്ച് കൂടുതൽ ആളുകൾക്ക് പനിയൊക്കെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. സാധാരണ നിലയിൽ അതിനെ ഒരു പനിയായി മാത്രം കാണുകയാണ് പൊതുസമൂഹവും ഒക്കെ ചെയ്യുന്നത്. ഒരു ആശുപത്രിയിൽ ചെന്നാൽ ഇത് ഈ അസുഖത്തിന്റെ ഒരു ലക്ഷണമാണ് എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിയുന്ന സംവിധാനം ഇപ്പോൾ നമുക്കുണ്ടോ?
തീർച്ചയായിട്ടും ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം തന്നെ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും മെഡിക്കൽ തുടർ വിദ്യാഭ്യാസ പരിപാടികളും 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നവമാധ്യമങ്ങൾ വഴി അല്ലാതെ തന്നെ നമ്മുടെ ഡോക്ടർമാരുടെ എല്ലാ ഇടയിലുള്ള വിവിധ സംഘടനകളും എല്ലാം തന്നെ ഇതിൽ ബോധവൽക്കരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അസുഖം പെട്ടെന്ന് നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെല്ലാം തന്നെ തിരിച്ചറിയുന്നതിനുള്ള എല്ലാ വിവരവും ഇന്ന് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് ഡോക്ടർ സമൂഹത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാ ബ്രാഞ്ചുകളിലും ഉൾപ്പെടെ 104 ബ്രാഞ്ചുകളിലും ആരോഗ്യ പ്രവർത്തകർക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ രോഗലക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിന്റെ എക്സ്പെർട്സ് എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. IMA ഉൾപ്പെടെ ഇന്നൊരു എക്സ്പെർട്ട് സമിതി കോഴിക്കോട് യോഗം ചേർന്നുകൊണ്ട് ഇതിന്റെ ഭാവി എല്ലാ ബോധവൽക്കരണ പരിപാടികളും ആരോഗ്യ പ്രവർത്തകരും തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇത്തരം ഒരു രോഗലക്ഷണമുള്ള രോഗിയെ നമ്മുടെ നാട്ടിൽ ഇന്ന രോഗമാണെന്ന് പ്രാഥമികമായിട്ടുള്ള കൊണ്ട് എത്താനുള്ള ഒരു വിജ്ഞാനം ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതോടൊപ്പം ഈ പൊതുസമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾ ഏറ്റവും എടുത്തു ശ്രദ്ധിക്കേണ്ടത് ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഏത് ലക്ഷണത്തെയാണ്? ഈ പനിയും തലവേദനയും വന്ന രോഗിക്ക് തുടർച്ചയായ അപസ്മാരം ഉണ്ടാവുകയും അതുപോലെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും നെഞ്ചിടിപ്പ് കൂടുന്ന അവസ്ഥ വരികയും ചെയ്യുന്നു. ഈ 3 ഘട്ടങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തുടർച്ചയായിട്ടുള്ള അപസ്മാരങ്ങൾ കണ്ടുവരുമ്പോൾ അപസ്മാരത്തിലെ രോഗത്തിൽ ലക്ഷണം കാണുമ്പോൾ ഉടൻ തന്നെ ആശുപത്രി എത്തിക്കേണ്ടതാണ്. റൈറ്റ്, വളരെയധികം നന്ദി ഡോക്ടർ പ്രദീപ് ഞങ്ങളോട് പ്രതികരിച്ചതിന്. മുഹമ്മദ് ഷഹീദ് വീണ്ടും ചേരുന്നുണ്ട്. ഷഹീദ്, ഇവിടെ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇത് പ്രാഥമികമായി കണ്ടെത്തിയാൽ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയില്ല. എന്നാൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിയാൽ അതിന് ഇപ്പോഴും മരുന്ന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അഭാവമുണ്ട് എന്ന് പറയുന്നു. ഈ അവലോകന യോഗങ്ങളിലടക്കം ഏത് നിലയിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് ഉണ്ടാകുന്നത്? അഭിലാഷ്, കൃത്യമായും ഡോക്ടർ പ്രദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രോഗം റിപ്പോർട്ട് ചെയ്ത സ്വാലിഹ്, സാബിത്ത്, ഈ 2 സഹോദരങ്ങൾ, ആദ്യം സാബിത്ത് മരണപ്പെടുന്നു, തൊട്ടു പിന്നാലെ സ്വാലിഹും മരണപ്പെടുന്നു. ഈ സമയത്തൊന്നും കൃത്യമായും ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ ചികിത്സ കണ്ടുപിടിക്കാത്ത ഒരു രോഗമാണ് എന്ന് ഒരിക്കലും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. പനി ബാധിച്ചു, പെട്ടെന്ന് തന്നെ മസ്തിഷ്ക ജ്വരം വന്നു, മരണപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ഈ രോഗികളുമായി വളരെ അടുത്തിടപഴകുന്നതിൽ യാതൊരു നിയന്ത്രണങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടികളുടെ പിതാവ് മൂസയ്ക്ക് പിന്നീട് രോഗം ബാധിക്കുന്ന സാഹചര്യമുണ്ടായി. സാലിഹിന്റെ ഭാര്യയ്ക്ക് രോഗം ബാധിച്ചു. ഒപ്പം തന്നെ ഇവരെ പരിചരിച്ചിരുന്ന നഴ്സിന് രോഗം ബാധിക്കുന്നു. ഒപ്പം തന്നെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ ഇവർ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 2 രോഗികൾക്കും രോഗം ബാധിക്കുന്നു. ഇതിൽ ഇവരുടെ ബന്ധു മറിയം മരിക്കുന്നു. ഒപ്പം തന്നെ ഈ ആശുപത്രിയിൽ ഉണ്ടാകുന്ന 2 പേർ മരിക്കുന്നു. ഒപ്പം ഇവരെ പരിചരിച്ചിരുന്ന നഴ്സും മരിക്കുന്നു. ഈ തരത്തിൽ ഈ തുടക്കത്തിൽ ഇത് കൃത്യമായി രോഗം തിരിച്ചറിയപ്പെടാത്ത സാഹചര്യത്തിൽ ഇവരുമായി അടുത്തിടപഴകിയ ആളുകളിലേക്ക് ഈ രോഗം വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പ്രദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇനി കൃത്യമായും ഈ നിപ വൈറസ് ആണെന്നും ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണെന്നും തിരിച്ചറിഞ്ഞ സാഹചര്യത്തിൽ വളരെ കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയ്ക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത്. രോഗം പടരാതിരിക്കാനുള്ള ഒരു സാഹചര്യം, മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനുള്ള സാഹചര്യമാണ്. ഏറ്റവും പ്രധാനമായും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. എങ്ങനെ ഇത് നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അതിന് കടുത്ത വലിയ മുൻകരുതലോടുകൂടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക. ഇവരെ പരിചരിക്കുന്ന പ്രധാനമായും പരിചരിക്കുന്ന ഡോക്ടർമാരിലേക്കും നഴ്സുമാരിലേക്കും ഇത് പകരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കർശനമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഉള്ള ഒരു നടപടികളിലേക്ക് നീങ്ങുക. ഒപ്പം തന്നെ ഇവരെ ഈ പ്രദേശത്തുള്ളവരുമായി അല്ലെങ്കിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്ത ചങ്ങരോത്ത് പഞ്ചായത്തിൽ എടുക്കേണ്ട മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി എടുക്കേണ്ട അവർ ചർച്ച ചെയ്യുന്ന കാര്യം. മറ്റൊന്ന്, ഈ രോഗം ഇവിടെ എത്താനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് പക്ഷിമൃഗാദികളിൽ നിന്നാണ് ഈ രോഗം മനുഷ്യരിലേക്ക് എത്തിയത് അല്ലെങ്കിൽ എത്താനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ നിന്നും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു സാഹചര്യത്തിലാണ് പേരാമ്പ്രയിൽ ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഈ രോഗം എത്തിയത് എന്നുള്ളത് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതും വിശദമായൊരു പരിശോധന ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ കേന്ദ്ര സംഘം മറ്റു ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം 15 ദിവസം ആദ്യ മരണം നടന്നിട്ട് സ്വാലിഹിന്റെ മരണം നടന്ന് 15 ദിവസം പിന്നിട്ടു. ഈ സമയത്തിനുള്ളിൽ ഇതിന്റെ പരിശോധന, വിശദമായ പരിശോധന നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് നടപടികൾ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സംഘം വിലയിരുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ആണ് ഇന്നത്തെ യോഗം പരിശോധിക്കുകയും അതിന്റെ നടപടികളിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ആരോഗ്യമന്ത്രി KK ശൈലജയും TP രാമകൃഷ്ണനും പങ്കെടുക്കുന്ന യോഗം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കേന്ദ്ര സംഘം പകർച്ചവ്യാധി നിയന്ത്രണ സമിതിയുടെ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിന്റെ തലവൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ആ സംഘം ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്നുണ്ട്. അവരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കേന്ദ്ര സംഘം പേരാമ്പ്രയിലേക്ക് പോയി അവിടുത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം ഷഹീദ്, മറ്റൊന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാബിദിന്റെ കുടുംബത്തിന് ഈ രോഗം വരുന്നു. ആ കുടുംബത്തിൽ തന്നെ 3 ആളുകൾ മരിക്കുന്നു. പിന്നീട് അവർക്ക് ശുശ്രൂഷണം നൽകിയ നേഴ്സ് മരിക്കുന്ന സാഹചര്യം.
ഇങ്ങനെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾക്കപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു അസുഖത്തെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകളോ മറ്റോ പുറത്തു വരുന്നുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ മരണം സംഭവിച്ചതിൽ സ്ഥിരീകരിക്കപ്പെട്ടത് എല്ലാവരും ഇവരുമായി, ഈ രോഗികളുമായി, മരിച്ച രോഗികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആശുപത്രിയിൽ അവരെ ചികിത്സിച്ചവർ, ആശുപത്രിയിൽ അവരുമായി നേരിട്ട് ഇടപഴകിയവർ, ഇവരാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. പക്ഷേ സമാനമായ മരണങ്ങൾ ഇപ്പോൾ മലപ്പുറം ജില്ലയിലും 3 പേർ മരിച്ചതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 3 പേർ സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി നിപ വൈറസിൻ്റെ ബാധിച്ചു മരിച്ചവർക്കുണ്ടായ അതേ രോഗലക്ഷണങ്ങളോടുകൂടി മരിച്ചവരാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ മരണം ഇതുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടില്ല. വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിപ്പാൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് അവരുടെ രക്തസാമ്പിളുകളും മറ്റ് ആന്തരിക സ്രവങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ കൃത്യമായ പരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ മറ്റ് മരണങ്ങളും ഇത് കാരണമാണ് എന്ന് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ 9 മരണങ്ങളാണ് ഈ സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി നടന്നിട്ടുള്ളത്. അതിൽ 3 മരണം മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ 9 പേരിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നുള്ളവരാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പേരാമ്പ്രയിൽ നിന്നും അവിടെ മാത്രമായിരുന്നു രോഗം ആയിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ പിന്നീട് ഇപ്പോൾ മലപ്പുറത്തും സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിലും ഈ രോഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും. ഇത് കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം മറ്റ് സ്ഥലങ്ങളിലും ഇത് സമാനമായ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് നിയന്ത്രിക്കാൻ ആ സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ട ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് നീങ്ങേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ മലപ്പുറത്തും സമാനമായ രീതിയിൽ, കോഴിക്കോടിന് സമാനമായ രീതിയിൽ മലപ്പുറത്തും ആരോഗ്യവകുപ്പ് ഉണർന്ന് പ്രവർത്തിച്ച് അവിടെ DMOയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം മലപ്പുറത്തും സമാനമായ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി ഒരാളിപ്പോൾ ചികിത്സക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിൽ പേരാമ്പ്രക്ക് പുറത്തും ഈ സമാനമായ രോഗലക്ഷണങ്ങളോടുകൂടി ആളുകൾ ചികിത്സ തേടിയെത്തുകയും രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് അല്പം ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രോഗികളുമായി അടുത്തിടപഴകിയവർ മാത്രമാണ് ഇപ്പോൾ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ളതും അല്ലെങ്കിൽ ആ തരത്തിൽ ഇപ്പോൾ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ സ്ഥിരീകരിക്കപ്പെട്ടവരും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിൽ, വ്യാപകമായ രീതിയിൽ ഇപ്പോൾ ആളുകളിലേക്ക് രോഗാണുക്കൾ എത്തുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആശങ്ക ഉണ്ടാവുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയന്ത്രണാതീതമാക്കി ഇതിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പുള്ളത്. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സംഘത്തിൻ്റെ കൂടി ഉപദേശവും അവരുടെ കൂടി വിലയിരുത്തലും ലഭിച്ച ശേഷം, അവരുടെ കൂടി നിർദ്ദേശങ്ങൾ സ്വീകരിച്ച ശേഷം തുടർ നടപടികൾ ശക്തമാക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്ത് അതീവ ആശങ്ക പരത്തുകയാണ് നിപ വൈറസ്. നേരത്തെ വൈറസ് ബാധ മൂലം മരിച്ചവരെ ശുശ്രൂഷിച്ചിരുന്ന നഴ്സും മരിച്ച പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്ന് പുലർച്ചെയാണ് ഈ നഴ്സ് കൊല്ലപ്പെട്ടത്. അതേസമയം അടിയന്തര യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടലുകളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്.